കണ്ണൂർ കോർപ്പറേഷനിൽ 12 ഡിവിഷനുകളിൽ മത്സരിക്കുമെന്ന് മുൻ കോൺഗ്രസ് നേതാവ് പി.കെ. രാഗേഷ്. കെ. സുധാകരനുമായി ഇടഞ്ഞു നിൽക്കുന്ന നിലവിലെ കൗൺസിലറായ പി.കെ. രാഗേഷ് പഞ്ഞിക്കേൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാവും. കണ്ണൂർ കോർപ്പറേഷനിൽ 12 ഡിവിഷനുകളിലാണ് ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സഹകരിക്കാൻ താൽപര്യപ്പെടുന്നവരെയെല്ലാം ഒന്നിച്ചു നിർത്തുമെന്ന് പി.കെ. രാഗേഷ് പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയും ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയും സംയുക്തമായാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷനിലെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ 2-ാം തീയതി നമ്മുടെ ചേംബറിലുള്ള നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചത്, നമ്മളുമായി സഹകരിക്കാൻ പറ്റുന്ന മറ്റു ഇതേ സമാനമായി ചിന്തിക്കുന്നവരുമായി കൈകോർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാന ഘടകത്തിൻ്റെ കണ്ണൂരിലുള്ള ഘടകം കൂടി നമ്മളോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞ് അവരും നമ്മളും കൂടി ഒന്നിച്ചാണ് മത്സരരംഗത്തുള്ളത്. അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നയപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതി രഹിതമായ, അഴിമതി വിരുദ്ധമായ ഒരു കണ്ണൂർ കോർപ്പറേഷൻ പടുത്തുയർത്തണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ പദ്ധതികളിലാണ് അഴിമതി എന്നത് നിങ്ങളെല്ലാവരും കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായി അഴിമതിയുമായി ബന്ധപ്പെട്ട പല സമരങ്ങളാണ് കണ്ണൂരിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ സുതാര്യമായ ഒരു ഭരണ സംവിധാനം പലപ്പോഴും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ബന്ധപ്പെട്ടവർക്ക് ശ്രദ്ധയില്ല. അവരുടെ ശ്രദ്ധ പലപ്പോഴും മറ്റ് വഴികളിലാണ്. അത് മാറ്റിയെടുത്ത് കണ്ണൂരിലെ ജനത ആഗ്രഹിക്കുന്നതിനനുസരിച്ച് അവരുടെ വികസനവും ജനക്ഷേമകരമായ പദ്ധതികളും സമയബന്ധിതമായും സുതാര്യമായും നടത്തുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വിഷൻ 2030 എന്ന് ഒരു നയപ്രഖ്യാപനം കൂടി വരാൻ പോകുന്ന 2030 എത്തുമ്പോൾ 25 മുതൽ 2030 എത്തുന്നത് വരെയുള്ള നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു കരടാണ് നമ്മളിപ്പോൾ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇവിടുത്തെ കണ്ണൂരിലെ എല്ലാ തലങ്ങളിലുമുള്ള ഇതിൽ കഴിവ് തെളിയിച്ച എല്ലാവരുടെയും സഹായങ്ങളും അവരുടേതായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ട് വരാൻ പോകുന്ന 5 വർഷക്കാലം കണ്ണൂരിനെ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വസ്തു.